ചെമ്പന്തൊട്ടി കൊക്കായിലെ മൈമൂനത്തിന്റെ ജപ്തി നടപടികൾ നേരിട്ട വീടിന്റെ ആധാരം തിരിച്ചേൽപ്പിച്ച് സൗഹൃദ വാട്സപ്പ് കൂട്ടായ്മ. ഈ കൂട്ടായ്മ സ്വരൂപിച്ച 4,60,000 രൂപ ബാങ്കിൽ നിക്ഷേപിച്ചാണ് മൈമൂനത്തിനെയും കുടുംബത്തെയും ജപ്തിയിൽ നിന്നും കരകയറ്റിയത്. ഇതിന്റെ ചടങ്ങുകൾ ചെമ്പന്തൊട്ടിയിൽ വെച്ച് നടത്തി. ചെമ്പന്തൊട്ടി കൊക്കായിലെ ജപ്തി ഭീഷണി നേരിട്ട മൈമൂനത്തിന് രക്ഷകരായി സൗഹൃദ വാട്സപ്പ് കൂട്ടായ്മ. ശ്രീകണ്ഠപുരത്തെ കാർഷിക വികസന ബാങ്കിൽ നിന്നും എടുത്ത ലോൺ ഭാരിച്ച ചികിത്സാ ചെലവ് വന്നതോടെ തിരിച്ചടവ് മുടങ്ങി മൈമൂനത്തും കുടുംബവും ജപ്തി ഭീഷണിയിൽ ആയ വാർത്ത ഞങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ചെമ്പന്തൊട്ടി കൊക്കായിലെ കുടുംബത്തിന് കടബാധ്യതയായ 4,60,000 രൂപ സൗഹൃദ കൂട്ടായ്മയിലൂടെ സ്വരൂപിച്ച് ജപ്തി ഒഴിവാക്കി ആധാരം കുടുംബത്തെ ഏൽപ്പിക്കുന്ന ചടങ്ങ് ചെമ്പന്തൊട്ടിയിൽ വെച്ച് നടത്തി. കടബാധ്യത മൂലം തെരുവിൽ ഇറങ്ങേണ്ടി വരുന്ന സാഹചര്യത്തിൽ കൈത്താങ്ങായി എത്തിയത് ഈ സൗഹൃദ വാട്സപ്പ് കൂട്ടായ്മയായിരുന്നു. സമൂഹത്തിൻ്റെ നാനാതുറകളിൽ നിന്നും ഇവർക്ക് സഹായങ്ങൾ എത്തി. അങ്ങനെയാണ് ബാങ്ക് കാലാവധിക്ക് മുമ്പായി ഇവർ ലക്ഷ്യം പൂർത്തിയാക്കിയത്. ഭീമമായ തുക കണ്ടെത്താൻ കഴിയാതെ ബുദ്ധിമുട്ടിയ ഈ കുടുംബത്തിന് തുക അടച്ച് ആധാരം ബാധ്യതകൾ തീർത്ത് നൽകി കൈമാറിയ ചടങ്ങ് ശ്രീകണ്ഠപുരം മഹല്ല് പ്രസിഡന്റ് സലാഹുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, എത്ര കുത്തുവാളെടുത്താലും നിങ്ങൾ ബാങ്കിൽ ലോൺ എടുക്കല്ലേ. കാരണം അവർ തരുമ്പം വലിയ സന്തോഷത്തോടു കൂടി തരും, വാങ്ങാനാകുമ്പോഴത്തേക്ക് അവർ കൊണ്ട് പൂട്ടിടും. ആ പൂട്ടിൽ കെണിഞ്ഞതാണ്, യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് 2 ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് അത് അടച്ചിട്ട് പിന്നെ അതിൻ്റെ കൂടെ 4,45,000 രൂപ 44,000 രൂപ വീണ്ടും അടക്കാൻ പറഞ്ഞ ബാങ്ക്. അവർക്ക് അങ്ങനെ നന്മ ചെയ്യണമെന്നൊരു ആഗ്രഹമില്ലാത്തവരൊക്കെ പലിശ വാങ്ങി ജീവിച്ചത്. അവർ ബ്ലേഡ് എപ്പോഴും ആരെ കഴുത്തിന് കത്തി വെക്കേണ്ടെന്ന് നിയമം. അതുകൊണ്ട് ആ കത്തി വെക്കലിന് ദയവ് ചെയ്ത് നിവൃത്തി ഉണ്ടെങ്കിൽ നിങ്ങൾ പോകരുത്, വാങ്ങരുതെന്നോ. ചിലർ പറയും നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ലോൺ എടുത്തത് എന്നൊക്കെ പറയും. ഇതെങ്ങനെ അടക്കും ഞാൻ എന്ന് ചിന്തിക്കാതെ പോയി ലോൺ എടുക്കുക. എന്നിട്ട് ആ 10 ലക്ഷം 30 ലക്ഷമായി മാറും. വീടും ഉണ്ടാവില്ല, സ്ഥലവും ഉണ്ടാവില്ല. അവസാനം നേരത്തെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഒരു മുഴുവൻ കയറിന് തൂങ്ങേണ്ടി വരും. അങ്ങനെ തൂങ്ങല്ലേ, അങ്ങനെ ചെയ്യാനല്ലേ ഞാൻ പറഞ്ഞു. ഈ ഒരു വിഷയം നമ്മുടെ ഷംസീർ ഗ്രൂപ്പിൽ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ തന്നെ എന്നെ അദ്ദേഹം വിളിച്ചു പറഞ്ഞിട്ടൊന്നുമില്ല. സൗഹൃദ കൂട്ടായ്മ ഭാരവാഹി KM ഷംസീർ അധ്യക്ഷത വഹിച്ചു. നെടിയങ്ങ മഹല്ല് ഖത്തീബ് ഷമീർ അൽ അസ്ഹരി, മുൻ കൗൺസിലർ അപ്പച്ചൻ നെടിയകാലായിൽ, ചെങ്ങളായി പലിശരഹിത അയൽക്കൂട്ടം തണൽ വെൽഫെയർ സെക്രട്ടറി KMB ബഷീർ അഹമ്മദ്, ശ്രീകണ്ഠപുരം ചെങ്ങളായി സക്കാത്ത് കമ്മിറ്റി ചെയർമാൻ KP റഷീദ്, നെടിയങ്ങ മഹല്ല് ഭാരവാഹികളായ മുത്തലിബ് നുറാനി, മുഹമ്മദ് കുഞ്ഞി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സിനാജുദ്ദീൻ സ്വാഗതവും അബ്ദുൾ ഖാദർ ഹാജി നന്ദിയും പറഞ്ഞു. സമൂഹത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന പലിശക്കെടുതികളെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരണം നടത്താനും പലിശരഹിത സംവിധാനം മഹലുകളിൽ തുടങ്ങാനുമുള്ള ആലോചനകളും കൂട്ടായ്മ ചർച്ച ചെയ്തു.